ഒരു നദിയെ രക്ഷിക്കാൻ ഒരാൾ സ്വന്തം ജീവൻ വരെ ത്യജിക്കുമോ? രാഷ്ട്രീയ നേട്ടത്തിനോ തിരഞ്ഞെടുപ്പ് വിജയത്തിനോ പ്രശസ്തിക്കോ അല്ല. ഗംഗ എന്ന നദി സ്വതന്ത്രമായി ഒഴുകണമെന്ന ഒറ്റ ആവശ്യത്തിനായി 100 ദിവസത്തിലേറെ നിരാഹാര സമരം നടത്തി ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനാണ് പരിസ്ഥിതി പ്രവർത്തകനും മുൻ IIT പ്രൊഫസറുമായ GD അഗർവാൾ. പിന്നീട് സ്വാമി ജ്ഞാനസ്വരൂപ് സനന്ദ് എന്നറിയപ്പെട്ട വ്യക്തി. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുതിയ അവസാന കത്ത് വീണ്ടും ചർച്ചയാവുകയാണ്. ആ കത്തിൽ എന്തായിരുന്നു? അത് വെറും ഒരു പ്രതിഷേധ കത്ത് മാത്രമായിരുന്നില്ല. ഒരു ശാസ്ത്രജ്ഞന്റെ മുന്നറിയിപ്പും ഒരു വിശ്വാസിയുടെ വേദനയും ഒരു പൗരന്റെ അവസാന അഭ്യർത്ഥനയും കൂടിയായിരുന്നു. ആദ്യം GD അഗർവാൾ ആരായിരുന്നു എന്ന് നോക്കാം. അദ്ദേഹം ഒരു സാധാരണ പരിസ്ഥിതി പ്രവർത്തകൻ മാത്രമായിരുന്നില്ല. IIT കാൺപൂരിലെ പ്രൊഫസർ, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മുൻ അംഗം, ജലമലിനീകരണ നിയന്ത്രണ രംഗത്ത് രാജ്യത്തെ മുൻനിര വിദഗ്ധരിൽ ഒരാൾ. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം സന്യാസം സ്വീകരിച്ച് ഗംഗയെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകി. അദ്ദേഹത്തിന്റെ വിശ്വാസം വളരെ ലളിതമായിരുന്നു. ഗംഗ വെറുമൊരു നദിയല്ല, ഇന്ത്യയുടെ പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും ജീവധാരയാണ്. 2014 നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിക്കുമ്പോൾ മാ ഗംഗയാണ് എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞിരുന്നു. ആ വാക്കുകളിൽ വിശ്വസിച്ചവരിൽ ഒരാളായിരുന്നു GD അഗർവാൾ. ഗംഗയുടെ സംരക്ഷണത്തിനായി പുതിയ സർക്കാർ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. പക്ഷേ 4 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച മാറ്റം കണ്ടില്ല. അതിനാലാണ് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് നിരവധി കത്തുകൾ എഴുതിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോപണമനുസരിച്ച് ഒരു കത്തിനും മറുപടി ലഭിച്ചിട്ടില്ല. അവസാനമായി എഴുതിയ കത്തിലാണ് ഏറ്റവും ശക്തമായ വിമർശനം ഉണ്ടായിരുന്നത്. അദ്ദേഹം എഴുതി, താങ്കൾ ഗംഗയ്ക്കായി പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചു. എന്നാൽ കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തനങ്ങൾ ഗംഗയ്ക്ക് ഗുണം ചെയ്തിട്ടില്ല, മറിച്ച് കോർപ്പറേറ്റുകൾക്കാണ് കൂടുതൽ നേട്ടമുണ്ടായത്. ഇത് വളരെ കടുത്ത വിമർശനമായിരുന്നു. സർക്കാർ ഗംഗയെ സംരക്ഷിക്കുന്നതിനേക്കാൾ സാമ്പത്തിക പദ്ധതികൾക്കാണ് മുൻഗണന നൽകിയതെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ആ കത്തിൽ അദ്ദേഹം 4 പ്രധാന ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചു. ഒന്നാമതായി, ഗംഗാ സംരക്ഷണത്തിനുള്ള നിയമം പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസാക്കണം. രണ്ടാമതായി, ഗംഗയുടെയും അതിന്റെ പോഷക നദികളുടെ മുകളിലുള്ള നിർമ്മാണത്തിലോ പദ്ധതിയിലുള്ള ജലവൈദ്യുത പദ്ധതികൾ റദ്ദാക്കണം. കാരണം അണക്കെട്ടുകൾ നദിയുടെ സ്വാഭാവിക ഒഴുക്ക് തടയുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. മൂന്നാമതായി, ഗംഗാ തീരങ്ങളിലെ വനനശീകരണം, ഖനനം, ചില വ്യാവസായിക പ്രവർത്തനങ്ങൾ എന്നിവ അവസാനിപ്പിക്കണം. നാലാമതായി, ഗംഗയുടെ താൽപര്യം മാത്രം മുൻനിർത്തി തീരുമാനമെടുക്കുന്ന ഒരു സ്വതന്ത്ര സമിതി രൂപീകരിക്കണം. ഈ 4 ആവശ്യങ്ങളും അംഗീകരിച്ചില്ലെങ്കിൽ ജീവൻ വരെ ത്യജിക്കുമെന്ന് അദ്ദേഹം തുറന്നെഴുതി. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. 2018 ജൂൺ 22 അദ്ദേഹം അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ദിവസങ്ങൾ കടന്നുപോയി, ആരോഗ്യം മോശമായി. ഒക്ടോബർ 9 അദ്ദേഹം വെള്ളം പോലും ഉപേക്ഷിച്ചു. ഒടുവിൽ സർക്കാർ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും 100 ദിവസത്തിലേറെ നീണ്ട നിരാഹാരത്തിനൊടുവിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം മരിച്ചു. പിന്നീട് ഈ വിഷയത്തിൽ മറ്റൊരു വിവാദവുമേറുന്നു. RTI വഴി പുറത്തു വന്ന വിവരമനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അദ്ദേഹത്തിന്റെ കത്തുകൾ ലഭിച്ചിരുന്നെങ്കിലും നേരിട്ടൊരു മറുപടി നൽകിയിരുന്നില്ല എന്ന് റിപ്പോർട്ടുകൾ പറഞ്ഞു. അതേസമയം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. ഇതാണ് പിന്നീട് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചത്. ഈ സംഭവത്തെ 2 രീതിയിൽ കാണുന്നവരുണ്ട്. ഒരു വിഭാഗം പറയുന്നത് ഗംഗാ സംരക്ഷണത്തിനായി ജീവിതം സമർപ്പിച്ച ഒരു ശാസ്ത്രജ്ഞന്റെ ശബ്ദം സർക്കാർ കേട്ടില്ല എന്നാണ്. എന്നാൽ അതിനെ ന്യായീകരിക്കാൻ പറയുന്നത് ഗംഗ ശുചീകരണത്തിനും സംരക്ഷണത്തിനുമായി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും എന്നാണ്. എന്നിട്ട് ആ പദ്ധതികൾക്ക് എന്ത് സംഭവിച്ചു? ഗംഗ ഇപ്പോഴും മലിനമായി തന്നെ ഒഴുകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിനപ്പുറം ഒരു വലിയ ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നു. ഒരു നദിയെ രക്ഷിക്കാൻ ഒരു 86-കാരൻ സ്വന്തം ജീവൻ പോലും പണയം വെക്കേണ്ട സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത്? പരിസ്ഥിതിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നമ്മൾ കേൾക്കുന്നത് അപകടങ്ങൾ സംഭവിച്ച ശേഷമാണോ? വികസനവും പ്രകൃതി സംരക്ഷണവും തമ്മിൽ ശരിയായ സന്തുലനം കണ്ടെത്താൻ ഇന്ത്യക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് ചോദിക്കേണ്ട സമയം അല്ലേ ഇത്? GD അഗർവാളിന്റെ ഈ മരണം ഇപ്പോൾ ചർച്ചയാകുന്നത് സോനം വാങ്ചുക് തന്റെ 18ാമത്തെ ദിവസം നിരാഹാരം തുടരുമ്പോഴാണ്. GD അഗർവാളിന് കിട്ടാത്ത നീതി സോനം വാങ്ചുക്കിന് കിട്ടുമോ എന്നാണ് ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്.